അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റിന് എത്രയായിരുന്നു? ഒരാൾക്ക് 200. അഡൽട്സിന് ഇന്ത്യൻ അഡൽട്ട് 200, ചിൽഡ്രന് 150. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിപ്പം ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ടോപ്പിലോട്ട് ഇവിടുന്ന് ബസ്സിന് പോകാൻ വേണ്ടി കയറാൻ പോവുകയാണ്. ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് ഇതിൻ്റെ ടോപ്പിലോട്ട് ചെല്ലാൻ. അപ്പോൾ ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ആനമുടിയോ? ആ കാണുന്ന ആനമുടിയാണ്. പോയി അങ്ങ് മേളിൽ കയറാൻ, വണ്ടി ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് കയറാൻ ഒത്തിരി ഉണ്ടോ? ഇത് ഫുള്ള് ആനമുടിയാണ് അല്ലേ? ഈ കാണുന്നതാണ് ആനമുടി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മഴയായതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ നല്ല വെയിലായിപ്പം. ഇന്ന് ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ് കാണുമെന്ന് പറഞ്ഞു. ഈ സാറാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. സാറിൻ്റെ പേര് ലാൽ. അങ്ങനെ നമ്മൾ ഇവിടെ മുകളിൽ എത്തിയിരിക്കുകയാണ്, ഡ്രോപ്പിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകണം. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തണുപ്പുണ്ട്. ചെറിയൊരു തണുപ്പേ ഉള്ളൂ, എന്നാലും ചൂടാണ് കൂടുതൽ. നല്ല ചൂട്. നല്ലൊരു ആഹാരം കഴിച്ചിട്ടുണ്ടെന്ന്. വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല ചൂട്, ദേഹം പൊള്ളുന്നു. എന്നാലും കുഴപ്പമില്ല. അത് തന്നെ, എന്നാലും കുഴപ്പമില്ല, അത് പറയാം. ബാക്കിയോടെ കയറിയിട്ട് ബാക്കി വിശേഷം പറയാം. വിളിക്കും.
പിന്നെ നല്ല സീനറിയാണ് ഇവിടുന്ന് താപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ അല്ലേ. അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തണുത്ത കാറ്റടിക്കാറുണ്ട്, ഇളം കാറ്റടിക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അത് തന്നെ. അത്ര വലിയ തണുപ്പ് പ്രതീക്ഷിച്ചൊന്നും ആരും ഈ ടൈമിൽ ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് നവംബർ ഡിസംബറാണ്. പിന്നെ ജൂൺ കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ നമ്മളെ കൊണ്ടുവന്ന ഡ്രൈവർ പറഞ്ഞത് ജൂൺ ജൂലൈ ഒക്കെ കഴിയുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണുന്നതെന്നാണ്. ഇനി നമ്മൾ മേളിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വരയാടുകളെ കാണാൻ പറ്റുമെങ്കിൽ അതും കാണിച്ചു തരാം. കയറ്റം കയറി പോയല്ലേ, ഇറക്കം ഇറങ്ങി കേട്ടോ. ഇത് അടിപൊളി സീനറിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ. മഞ്ഞൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേന്. വരയാട് മേളില ചൂടായിട്ട് മേളിൽ കയറി പോയി. ചൂടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. മുകളിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയില്ലേ? നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അല്ല പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് വെള്ളം കയറ്റി വിടും, ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റി വിടത്തില്ല. പിന്നെ വരയാടിനെ ഫീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ പ്രോഹിബിറ്റഡ് ആണ്. ഈ കാണുന്നതാണ് നീലക്കുറിഞ്ഞി. ലാസ്റ്റ് എന്നാ പൂത്തെന്ന് പറഞ്ഞു? 2018 അവസാനമായിട്ട് പൊത്തത്. ഇനിയിപ്പോൾ 2030. അയ്യോ, 30 വരെ കാത്തിരിക്കും. എത്ര നാള്? ഇതാണ് നീലക്കുറിഞ്ഞി. ഇവിടെ തണുപ്പുണ്ടായിട്ട് കുഴപ്പമില്ല, ഇപ്പൊ വലിയ വെയിലുള്ളൂ. പരിധി വരെ പിടിച്ചിരിക്കും. സ്റ്റിക്കിൽ മറ്റേ സെൽഫി സ്റ്റിക്കാണോ? അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിലെ കാഴ്ചകൾ കണ്ട് വെയിലും കൊണ്ട് നമ്മൾ താപ്പോട്ടിറക്കുകയാണ്. അത് തന്നെ ഞാനും പ്രതീക്ഷിച്ചു. ഇതിപ്പോൾ ആള് കൂടിയുണ്ടാകുന്നു. ഇത് മുന്തിരിയാണോടാ? അല്ലല്ല, അതിൻ്റെ ഇല പോലെ ഇരിക്കും. ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് കണ്ട ഒരു ചെറിയ അവരുടെ ഒരു സന്തോഷം. അത് തന്നെ അവരുടെ ഒരു ചെറിയൊരു സന്തോഷമാണ് കുറച്ച് മുമ്പേ കണ്ടത്. അവിടെ ഒരു പൊട്ട് പോലെ ഓടിക്കളിക്കുന്നത് കണ്ടോ? അതാണ് വരയാടുകൾ. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. വെള്ളം കുടിക്കാൻ വേണ്ടി വരയാടുകൾ ഇറങ്ങി വന്നേക്കാണ്. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ. ഗായ്സ്, നിങ്ങളിത് കാണുക ഗായ്സ്. ഞങ്ങൾ വളരെ അപ്രതീക്ഷിതമായി കണ്ട ഒരു ജീവിയാണിത്. വരയാട്. പിന്നെ യൂട്യൂബർ ആയാൽ മതി. ഇനി നമ്മൾ അടുത്ത് വന്ന് കണ്ടു. ഇതിനെ കാണാൻ വേണ്ടിയാണ്. വെള്ളത്തിൻ്റെ ഉറവുണ്ട്. വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇറങ്ങി വരുന്നുണ്ട്. ഇതിനെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ വരുന്നത്.
ഒന്ന് പോസ്റ്റ് ചെയ്ത് തരൂ, ഒരു ഫോട്ടോ എടുക്കാൻ. ഇത് തരുന്നുണ്ടോ? കണ്ടോ പറഞ്ഞു നിന്നില്ലേ, എടുത്തു. അങ്ങനെ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് വരയാടിനെ അടുത്ത്. വളരെ ക്ലോസ് ആയിട്ട്. അത് തന്നെ, വളരെ ക്ലോസ്. വരയാടിൻ്റെ അടുത്ത് ജിയാൻ. വേണ്ട, ജിയാൻ ഇങ്ങോട്ട് വയ്ക്കണം. വരയാടിനെ കണ്ട് നിൽക്കുന്ന ജിയാൻ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെയിൽ തോന്നുന്നുണ്ട്. അത് തന്നെ, ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്, ചെറിയ തണുപ്പിടയ്ക്ക് വരും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വെയിൽ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ പക്ഷെ ഉയരം കൂടുന്തോറും നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് തന്നെ, നല്ല വ്യൂ ആണ്. ഇച്ചിരി കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായി. നമ്മൾ വരുന്നെങ്കിൽ അടിപൊളിയായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അടിപൊളിയായ നീലക്കുറിഞ്ഞ് പൂക്കുന്ന ഒരു മാസം നമുക്കിവിടെ വരണം. 2030 ഉള്ളൂ. അത് തന്നെ, 2030. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് എക്കോ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ബോട്ടിങ്ങിന് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂട്. ബോട്ടിങ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് തിരക്കണം. ഇവിടെ ബോട്ടിംഗ് ഇല്ലെന്ന് തോന്നുന്നു. അല്ല, നേരത്തെ പെഡൽ ബോട്ട് നേരത്തെ ഞങ്ങൾ വന്നൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എക്കോ പോയിന്റ്. നിനക്ക് വേണ്ടി അഡ്വഞ്ചർ ഒന്നും ഇല്ലടാ, സാധാ സ്പീഡ് ബോട്ട് ഒന്നും ഇല്ല. നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? നമ്മളെ ജോലി ചെയ്യുന്ന പണി പണ്ടേ വയ്യാലോ അല്ലേ? നിനക്കിടുന്ന പരിപാടി എന്തായാലും ചോദിച്ചു നോക്കാം. എന്തുടാ ഇത് ചെയ്താ പൊട്ടിറങ്ങുന്നത്? ആണ്ടത് പെഡൽ ബോട്ട് ആണ്ട്രാ 400. അല്ല, എക്കോ പോയിന്റിൽ ഇഷ്ടം പോലെ ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടല്ലേ? അതെ അതെ, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്, വൈന്, കണ്ണാടി, മറ്റേ ലേഡീസിൻ്റെ ക്ലിപ്പ്, ബാഗ്, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പറ്റിയ ടോയ്സുകൾ, പിന്നെ പല വിധത്തിലുള്ള ചായകൾ നമുക്കിവിടെ, തേയില അങ്ങനെയുള്ള എല്ലാം കിട്ടും. അങ്ങനെ എക്കോ പോയിന്റിലെ കാഴ്ചകൾ കണ്ട് അവസാനിപ്പിച്ച് ഇനി അടുത്ത സ്ഥലത്തേക്ക് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഇനി കാണാം. അങ്ങനെ നമ്മൾ അടുത്തടുത്തുനിന്ന് കുണ്ടള ഡാമിലെത്താം. അടുത്ത് ഓരോ സ്ഥലം നമ്മൾ കവർ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ, അതുകൊണ്ട് വിഷയമില്ല. പാർക്കിങ് ബോട്ടിങ്ങോ ഇതിൻ്റെ പ്രൈസൊക്കെ അതിൻ്റെ ഇതാണ്. നമ്മളെല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുണ്ടള ഡാം വഴിയിലാണ്. അങ്ങനെ കുണ്ടള ഡാമിൻ്റെ അടുത്തെത്താറായി. കുണ്ടള ഡാമിൻ്റെ മണ്ടയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കിവിടെ വേറൊരു ഡാമുകളുണ്ട്, മാട്ടുപ്പെട്ടി ഡാം. അത് നമ്മൾ പോകുന്ന വഴിക്കാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന റൂട്ടിൽ കണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിർത്താൻ സമയം കിട്ടിയില്ല. ഇപ്പം ഓപ്പൺ ആക്കിയേക്കുവാണ്. ഒരു ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഉടനെ തിരിഞ്ഞ് നടന്നിട്ട് ഇല്ല.
കുണ്ടള ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി അടുത്ത് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയാണ് മാട്ടുപ്പെട്ടി ഡാം. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മണ്ടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ്, നമ്മളിന്ന് ഇറങ്ങുന്നില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ്, സമയം ലേറ്റായതുകൊണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നതും വരെ എല്ലാവർക്കും ബൈ ബൈ.